ഇവിടെ നല്ല വ്യൂ ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ളോഗാണ്. ഇന്ന് നടക്കാനൊക്കെ മടിയുള്ളൊരു ദിവസം വണ്ടി എടുത്തുകൊണ്ടങ്ങ് ഇറങ്ങി നമ്മൾ നേരെ ഇവിടെ ഉള്ള ഒരു പാർക്കിലോട്ട് പോവാണ് കേട്ടോ. അപ്പം വിച്ചു ആസ് യൂഷ്വൽ ഓടാൻ പോയി, ഓടിയിട്ട് അതുവഴി വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഈ മുമ്പിൽ കാണുന്നതാണ് പാർക്കിന് ഗേറ്റ് അപ്പുറത്താണ്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് 6 മണി 7 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടെ സന്ധ്യയാവാൻ ഇപ്പം നല്ല താമസം, 7-8 മണിയൊക്കെ ആവും ഒന്ന് ഇരുട്ടി വരാൻ. അപ്പം ഇത് ഒരു 7-8 മണിയൊക്കെ ആവാറായെന്ന് തോന്നുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് നമുക്ക് ഈ ടൈം മാറുന്നത് പെട്ടെന്ന് അറിയത്തില്ല. രാത്രി അതുകൊണ്ട് നല്ല താമസിച്ചാട്ടോ ഉറങ്ങുന്നത്. നോക്ക് അച്ഛൻ അവിടെ കാണാൻ ഉണ്ടോന്ന്. ഇപ്പൊ വരും ഓടി. വിച്ചുനെ കാണാഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ കരച്ചിലൊക്കെ അങ്ങ് തുടങ്ങി. പിന്നെ ഞാൻ ഊഞ്ഞാലൊക്കെ കയറ്റി എത്തി അങ്ങ് സമാധാനിപ്പിച്ചു. ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഫുട്ബോൾ കോർട്ട്, ബേസ്ബോൾ കോർട്ട്, പിന്നെ ബാസ്ക്കറ്റ് ബോൾ കോർട്ട്, ഷട്ടിൽ കോർട്ട് ഒക്കെയുള്ള കുറച്ചൊരു വലിയ ഏരിയ ആണ് കേട്ടോ. 2 ഇതായിട്ടാണ് തിരിച്ചേക്കുന്നത്. അങ്ങനെ ഒരു വലിയ ഏരിയ ആണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കാത്തിരുന്ന വിച്ചു ഓടി ഓടി അവിടെ എത്തിയിട്ടുണ്ട്. ആ എന്താ വന്നാ അങ്ങനെ അവരായി കളി. പിന്നെ എന്നെ കൊണ്ട് വെച്ച് നടക്കാൻ പോയി. എനിക്ക് ഒട്ടും നടക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഇപ്പം ഞാൻ വന്ന് ഭയങ്കര മടിച്ചായിട്ട് വരുവാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വെയിറ്റ് അങ്ങനെ കൂടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കുറച്ചുകൂടെ മുതിർന്ന പിള്ളേരുടെ ഏരിയ ആണ് കേട്ടോ. പക്ഷെ എൻ്റെ കൊച്ചിന് അവിടെ കളിച്ചാൽ മതി. കയറാൻ പറ്റാത്തതിലൊക്കെ കയറണം, ഇരിക്കാൻ പറ്റാത്തതിലൊക്കെ ഏതാണ്ട് ഇതൊക്കെ കുറച്ച് മുതിർന്നവരുടെ. അതൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റാത്തതിലൊക്കെ ഇരിക്കണം. അങ്ങനെ കുറച്ച് പ്രത്യേക സ്വഭാവമുള്ളതാണ് എൻ്റെ കൊച്ച്. അങ്ങനെ ഇപ്പം അവിടെ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചു പോകാമെന്ന് വെച്ചു. കണ്ടോ, ചൂടുണ്ട് കേട്ടോ, ചൂട് ചെറുതായിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത്ര എല്ലാ ദിവസത്തേനും അത്രയും ചൂടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ ക്വാർട്ടേഴ്സിൽ ചെന്നപ്പോഴാണ് നമ്മുടെ ക്വാർട്ടേഴ്സിന് അടുത്തൊരു പാർക്ക് ഇപ്പോൾ പുതിയതായിട്ട് പണിയുന്നുണ്ടായിരുന്നു. അത് ഇന്ന് തൊട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. വൈകി ഓടി അങ്ങോട്ടേക്കും പോയി. നമുക്ക് ബാൽക്കണി ഇരുന്ന് കാണാൻ കേട്ടോ. അതുകൊണ്ട് പിന്നെ ടെൻഷനില്ല, നമ്മളും കൂടെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവളെ കാണാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മൾ സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ ഒന്ന് കണ്ടു. എന്നിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ. See you in my next video.